ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ആണ്. പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സ് അല്ലേ. അപ്പോൾ അതിൽ 6ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ 1ഉം 2ഉം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ സെക്ഷനിൽ. അതായത് കോണുകളും വശങ്ങളും അഥവാ ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലെ 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, so ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. At the two ends of a horizontal line, angles of the same size are drawn and 2 points on these slanted lines are joined. അതായത് ഈ ഒരു നീല വര ഉണ്ടോ, വിലങ്ങനെയുള്ള ഒരു വരയുടെ രണ്ടറ്റത്തും ഒരേ വലിപ്പമുള്ള കോണുകൾ മുകളിലും താഴെയുമായി വരച്ച് ചരിഞ്ഞ വരകളിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്നു. അതായത് ഈ നീല വര ഉണ്ടോ, ഈ നീല വര വരച്ചിട്ട് അതിന്റെ രണ്ടറ്റത്ത് എന്ത് ചെയ്യും, ഒരേ കോണുകൾ എന്ത് ചെയ്യും, ഒരേ കോണുകൾ എടുക്കും. ഈ നീല വര ആദ്യം വരച്ചിട്ട് അതിന്റെ രണ്ടറ്റത്ത് ഒരേ കോണുകൾ, ഇത്ര ആംഗിൾ വേണോ ആവാം, പക്ഷെ ഒരേ ആംഗിൾ ആയിരിക്കണം. 30 ആണെങ്കിൽ 30, 40 ആണെങ്കിൽ 2 40, 50 ആണെങ്കിൽ 2 50 ആയിരിക്കണം. സോ എത്ര ആംഗിൾ ആണ് എടുക്കുന്നത്, ഒരേ ആംഗിൾ ആണ് രണ്ട് വശത്തും എടുക്കേണ്ടത്. എന്നിട്ട് അതിലെന്ത് ചെയ്യുന്നു, നിശ്ചിത അളവിൽ 2 വരകൾ വരയ്ക്കുന്നു. ഓക്കെ, രണ്ടറ്റത്തും ഒരേ വലിപ്പമുള്ള കോണുകളും മുകളിലും താഴെയുമായി വരച്ച് ചരിഞ്ഞ വരകളിലെ രണ്ട് ബിന്ദുക്കൾ, 2 ചരിഞ്ഞ വരകൾ വരയ്ക്കുന്നു. അതിന്റെ നീളങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ആ 2 ചരിഞ്ഞ വരകൾ വരച്ചിട്ട് ആ വരകളിലെ രണ്ട് ബിന്ദുക്കൾ എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. ഈ ചുവപ്പ് വര വെച്ച് എന്ത് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. റെഡ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ബ്ലൂ ലൈൻ ഒരു സാധാരണ ഒരു സെർട്ടൈൻ ലെങ്ത് എടുത്തിട്ട് ഈ രണ്ട് ആംഗിൾ, ആ ബ്ലൂ ലൈനിന്റെ രണ്ടറ്റത്തും ഫിക്സഡ് ആയിട്ട് 2 ആംഗിൾസ് എടുക്കുന്നു. 2 ഈക്വൽ ആയിരിക്കണം. എന്നിട്ട് ആ ഇൻക്ലിനേഷനിൽ, ആ ഒരു ചരിവില് 2 വരകൾ വരയ്ക്കുന്നു. എന്നിട്ട് ആ 2 വരകളുടെ അറ്റം എന്ത് ചെയ്യുന്നു, ഈ ചുവപ്പ് വര കൊണ്ട്, റെഡ് ലൈൻ കൊണ്ട് യോജിപ്പിക്കുന്നു. ഓക്കെ, കണക്ട് ചെയ്യുന്നു. ഇത്രയാണ് ആദ്യം പറയുന്നത്. ഇനി ഇതിൽ സബ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രൂവ് ദാറ്റ് ദ ഹൊറിസോണ്ടൽ ലൈൻ, ദാറ്റ് ഇസ് ബ്ലൂ ലൈൻ, ഈ നീല ലൈൻ, ആൻഡ് ദ സ്ലാന്റഡ് ലൈൻ, ദിസ് റെഡ് ലൈൻ, ഈ ചുവപ്പ് വര, കട്ട് ഈച്ച് അതർ into parts in the same ratio. വിലങ്ങനെയുള്ള നീല വരയുടെ ഭാഗങ്ങളും ചരിഞ്ഞ ചുവന്ന വരയുടെ ഭാഗങ്ങളും ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കണം. ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആദ്യം തെളിയിക്കാനുള്ള സാധനം കേട്ടോ. ആദ്യം തെളിയിക്കാനുള്ള സാധനം നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഇതിന് പേര് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് പേര് കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ടേക്കൺ ആസ് എ. ഇത് കാണുന്നുണ്ടോ, ദിസ് ഈസ് എ, ബി, ഇതിനെ പി എന്ന് കൊടുക്കാം, ഇത് ക്യൂ, ഇത് ഒ എന്നതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ നീലവര എ ബി, റെഡ് ലൈൻ പി ക്യൂ, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് നോക്കാം. ഇനി ഇവർ പറയുന്ന അനുസരിച്ച് എന്താണ് പറയുന്ന അനുസരിച്ച് given angle A equal to angle B, അതായത് ഈ കോണും ഈക്വൽ ആണെന്ന് അവർ പറയുന്നുണ്ട് അല്ലെ, ഈക്വൽ ആയിട്ടാണ് എടുത്തത്. സോ ആംഗിൾ A equal to angle B. അടുത്ത് നമുക്ക് നോക്കിയാല് ഈ ആംഗിൾസ് ഉണ്ടോ, ഈ 2 ആംഗിൾസും, ഈ 2 ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, എതിർ കോണുകൾ. ഓക്കെ, ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ എന്താണ്, BOQ. ആംഗിൾ BOQ. ഇത് 2 ആംഗിൾസ് എന്തായി, ഈക്വൽ ആയി അല്ലെ, ഈ 2 ആംഗിൾസും ഈക്വൽ ആയി. അപ്പൊ 2 ആംഗിൾസ് ഈക്വൽ ആയി. 2 ട്രയാംഗിൾസ് എടുത്തിട്ട് അതിൽ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, വേണമെങ്കിൽ ഇത് എങ്ങനെ എഴുതാം, ഇങ്ങനെ, അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എഴുതാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ എഴുതാം, ആംഗിൾ പി ഈക്വൽ ടു എന്തായിരിക്കും, ആംഗിൾ പി എന്ന് പറയുന്ന കാര്യം എങ്ങനെ കിട്ടും നമുക്ക്, മൊത്തം 180 അല്ലേ, ടോട്ടൽ 180 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ആംഗിൾ എ കുറയ്ക്കണം അല്ലെ, ആംഗിൾ എ കുറയ്ക്കണം,
പ്ലസ് ആംഗിൾ എ ഒ പിയും കുറയ്ക്കണം. എ ഒ പി, ആംഗിൾ എ ഒ പി. ഓക്കെ, അതായത് ഈ കോണും കൂട്ടിയിട്ട് അത് 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ പി കിട്ടില്ലേ? ആംഗിൾ പി കിട്ടും. സോ നോക്കൂ, ഇതില് 180 മൈനസ് ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് ആംഗിൾ എ ഒ പിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി ഒ ക്യു. നോക്കൂ, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഒ ക്യു, അതായത് ആംഗിൾ ബിയെയും ആംഗിൾ ബി ഒ ക്യുവിനെയും എടുത്തിട്ട് 180 സബ്ട്രാക്ട് ചെയ്താൽ ഏത് ആംഗിൾ കിട്ടും? നോക്കൂ, ഇതല്ലേ ആംഗിൾ ബി, ദിസ് ഈസ് ആംഗിൾ ബി. ഓക്കെ, ഇതാണ് ആംഗിൾ ബി, ഇത് ആംഗിൾ ബി ഒ ക്യു. ഇത് രണ്ടും കൂട്ടിയിട്ട് 180 കുറച്ചാൽ ഏത് ആംഗിളാണ് നമുക്ക് കിട്ടുക? ആംഗിൾ ക്യു അല്ലേ കിട്ടുക? ആംഗിൾ ക്യു അല്ലേ കിട്ടുക? സോ ദിസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു. സോ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യു. കണ്ടോ? അപ്പൊ നമുക്ക് ഇത് മാത്തമാറ്റിക്കലി എഴുതാം. അല്ലാത്ത പക്ഷം എന്തായിരിക്കും? രണ്ട് ട്രയാങ്കിൾസ് എടുത്ത് കമ്പയർ ചെയ്താൽ അല്ല, രണ്ട് കോണുകൾ പരസ്പരം തുല്യമാണെങ്കിൽ, ഓക്കെ, if any two angles are equal, then the third angle will also equal, should also equal. അത് മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ഒ പി is similar to triangle ബി ഒ ക്യു. ത്രികോണം എ ഒ പിയും ത്രികോണം ബി ഒ ക്യൂവും സദൃശമാണ് അല്ലെ? സദൃശമായതുകൊണ്ട് എന്തായിരിക്കും? therefore sides are proportional. therefore sides എന്തായിരിക്കും? വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികമായിരിക്കും. സൈഡ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സൈഡ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. നമുക്ക് തോന്നുന്ന പോലെ എഴുതാൻ പറ്റില്ല. എന്താണ്? തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ മാത്രമേ എന്താവുള്ളൂ? തുല്യമാവുള്ളൂ. അപ്പോൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ആയിരിക്കുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഈക്വൽ ഏതൊക്കെ നോക്കാം. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ അത് നമുക്ക് ഓരോ ആംഗിൾ ആയിട്ടോ. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഏതാ? പി ഒ അല്ലെ? പി ഒ എന്ന് പറയുന്ന റെഡ്, അല്ലെങ്കിൽ എടുക്കുക റെഡ്. നമുക്ക് എന്താ? വിലങ്ങനെയുള്ള നീല വരയുടെയും ചരിഞ്ഞ ചുവന്ന വരയുടെയും ഭാഗങ്ങളിൽ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നീല വര ആദ്യം എഴുതാം. നീല വര ആദ്യം എടുക്കാം. ഇതെങ്ങനെ എഴുതും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആ നീല വര, ഓക്കെ, നീല വരയിൽ എ ഒ ഞാൻ എടുക്കുന്നു. എ ഒ ആദ്യം ഞാൻ മുകളിൽ ന്യൂമറേറ്ററിൽ എഴുതുന്നത് ഈ ട്രയാങ്കിളിൻ്റെതാണ്, ഡിനോമിനേറ്ററിൽ ഈ ട്രയാങ്കിളിൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പൊ എ ഒ, നീല വരയിലെ എ ഒ ഉണ്ടല്ലോ, ഡിവൈഡഡ് ബൈ ഈ എ ഒയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? പി ആണ്. അപ്പൊ പിക്ക് ഈക്വൽ ആയിട്ട് ഈ ട്രയാങ്കിൾ ബി ഒ ക്യൂവിൽ വരുന്ന പിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന്റെ കോണിന്റെ എതിരെയുള്ള വശമായിരിക്കും ഇവിടുത്തെ റേഷ്യോയിൽ വരിക. എന്താണ്? അപ്പോൾ ഇവിടെ ആംഗിൾ പി, എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ പി. ആംഗിൾ പിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ക്യൂ. ഉണ്ടോ? ആംഗിൾ ക്യൂ. ഈ ആംഗിൾ ക്യൂവിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? ബി ഒ. ഓക്കെ, അപ്പൊ എ ഒ ഈക്വൽ ടു എ ഒ ബൈ ബി ഒ ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത് ഈ റെഡ് ലൈൻ എടുക്കാം. പി ഒ, റെഡ് ലൈൻ എന്താണ്? പി ഒ. ഓക്കെ, പി ഒ ഡിവൈഡ് ബൈ താഴത്തെ ക്യൂ ഒ എടുക്കരുത്, കാരണം നമ്മൾ എല്ലാം എടുക്കുന്ന ന്യൂമറേറ്റർ എന്നാണ് മുകളിലത്തെ ട്രയാങ്കിൾ എടുക്കുന്നത്. സോ പി ഒയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ആംഗിൾ എ. ഓക്കെ, ആംഗിൾ എ. ഇനി ഈ ട്രയാങ്കിൾ എങ്ങനെ നോക്കണം? ആംഗിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ എവിടെ ഏതാ? ആംഗിൾ ബി. കണ്ടോ? ഇതുണ്ടോ? ആംഗിൾ ബി. അപ്പൊ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ക്യൂ ഒ. കണ്ടോ? ഇപ്പൊ എന്തായി? നീല വരയുടെ ഭാഗങ്ങൾ എന്തായി? ചരിഞ്ഞ വരയുടെ ഭാഗങ്ങൾ ഒരേ അംശബന്ധത്തിലായില്ലേ? എ ഒ ബൈ ബി ഒ എന്ന് പറയുന്നത് പി ഒ ബൈ ക്യൂ ഒ ഈക്വൽ ആയില്ലേ? അതായത് ആയി കാണുന്ന എ ഒ ബൈ ബി ഒ ഈക്വൽ ടു പി ഒ ബൈ ക്യൂ ഒ. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ ആൻസർ കേട്ടോ. ആദ്യത്തെ ആൻസർ. അപ്പൊ നമ്മൾ ഹെൻസ് പ്രൂവ്ഡ്, തെളിയിച്ചു. നമ്മളിങ്ങനെ തെളിയിച്ചു. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? പ്രൂവ് ദാറ്റ് the slanted lines, that is green, at the ends of the horizontal lines are also in the same ratio. വിലങ്ങനെയുള്ള വരയുടെ രണ്ടറ്റത്തുമുള്ള ചരിഞ്ഞ പച്ചവരകൾ തമ്മിലുള്ള അംശബന്ധവും ഇത് തന്നെയാണെന്ന് തെളിയിക്കുക. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയ ഒരു കാര്യമുണ്ട്. എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ എന്താണ്? ദിസ് എ ഒ ബൈ ബി ഒ എന്ന് പറഞ്ഞാൽ പി ഒ ബൈ ക്യൂ ഒ ആണ്. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിൾസ് സിമിലർ അല്ലേ? ഓക്കെ, സിൻസ് triangles are similar,
ത്രികോണങ്ങൾ സദൃശമായതുകൊണ്ട് എന്തായിരിക്കും? സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും, വശങ്ങൾ എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എന്താ എഴുതാം? നമുക്ക് ഇവിടെ നമുക്ക് പേര് കൊടുക്കാം, എ ബി പി ക്യു ഒ. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എന്താ എഴുതിയത്? എഒ ബൈ ബിഒ നമുക്ക് കിട്ടിയതാണ് നേരത്തെ. എഒ ബൈ ബിഒ ഈക്വൽ ടു പിഒ ബൈ ക്യുഒ. ഇനി ഈ ഗ്രീൻ ലൈൻ എടുക്കൂ, എ പി ഗ്രീൻ ലൈൻ എ പി. അപ്പൊ മുകളിലത്തെ ട്രയാങ്കിളിന്റെ ആണ് നമ്മൾ മുകളിൽ എഴുതിയത് എ പി. പച്ച വര എ പി ആണ്. എ പിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഉണ്ട് അല്ലെ, എ ഒ പി എന്ന് പറയുന്ന ആംഗിൾ. എ ഒ പി കണ്ടോ, ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് എ ഒ പി. എ ഒ പി ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ബി ഒ ക്യു അല്ലേ? ബി ഒ ക്യു, ഈ ആംഗിള് ബി ഒ ക്യു, ഈ ആംഗിള്. അപ്പൊ അതാണ് ഇതിലും വരുന്നത് ബി ഒ ക്യു. അപ്പൊ ബി ഒ ക്യൂന് ഓപ്പോസിറ്റുള്ള ഏതാ? എ പിക്ക് ഓപ്പോസിറ്റ് ബി ക്യു. നോക്കൂ, അപ്പൊ പച്ചവര എന്തായി? അതേ അംശബന്ധത്തിലായില്ലേ? പച്ച എന്താണ്? എ പിയും ബി ക്യു ആണ് പച്ചവരകൾ, അതും അതേ അംശബന്ധത്തിലായില്ലേ? ഇത്രയേ ഉള്ളൂ, എ പി ബൈ ബി ക്യു. ബി ക്യു ബൈ എ പി എന്ന് എഴുതി കളയരുത്, കാരണം നമ്മൾ എന്താണ് എല്ലാം മുകളിലെടുത്ത എല്ലാം വലിയ മുകളിലത്തെ ത്രികോണത്തിന്റെ വശങ്ങളാണ് മുകളിലെടുത്തിട്ടുള്ളത്. സോ അത് അങ്ങനെ തന്നെ, അങ്ങനെ എഴുതിയാൽ അത് പ്രൊപ്പോർഷണൽ ആവുള്ളൂ കേട്ടോ. തിരിച്ചെഴുതിയാൽ അത് മാറിപ്പോകും, തെറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ എഴുതണം പ്രോപ്പറായിട്ട്. അപ്പോൾ ഈ നീലവര, ചുവന്ന വര, പച്ചവര, ഇവിടെ എല്ലാം ഭാഗങ്ങൾ എന്തായി? പ്രൊപ്പോർഷണൽ ആയില്ലേ? ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിച്ചില്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റിന്റെ ആൻസർ. സിമ്പിൾ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഐഡിയ ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് 6 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 3:4. ഇത് ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3:4 എന്ന അംശബന്ധത്തിൽ എങ്ങനെ ഭാഗിക്കും? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ നീളം 6 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ ആംഗിൾസ്, ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എടുത്തല്ലേ, ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എടുത്തിട്ടുണ്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ 40 ഡിഗ്രി, 50 ഡിഗ്രി ആണെങ്കിൽ 50 ഡിഗ്രി, ഓക്കെ 60 ആണെങ്കിൽ 60, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എന്ത് ചെയ്യുക? എടുക്കുക രണ്ടറ്റത്തും. ഇപ്പൊ നമ്മൾ എയും ബിയും എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും രണ്ടറ്റത്ത് തുല്യമായിട്ടുള്ള ആംഗിൾ, പക്ഷെ മുകളിലും താഴെ ഇടും. ഒരറ്റത്ത് മുകളിൽ എടുത്താൽ മറ്റേ അറ്റത്ത് താഴെ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു 50 ഡിഗ്രി എടുക്കണം വെച്ചോ. സോ 50 ഡിഗ്രി എടുത്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഒരു 50 ഡിഗ്രി ഇവിടെ എടുക്കുന്നു. എങ്കിൽ താഴെ എന്ത് ചെയ്യണം? താഴെയും ഒരു 50 ഡിഗ്രി എടുക്കണം. ഓക്കെ, 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ഞാനിവിടെ മുകളിൽ 50 ഡിഗ്രി മാർക്ക് ചെയ്തു, താഴെയും 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് യോജിപ്പിക്കാം. നമുക്ക് 50 ഡിഗ്രി നമുക്ക് യോജിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്തായി? ഇത് 50 ഡിഗ്രി, ഇതും 50 ഡിഗ്രി. ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ 3:4 എന്ന അംശബന്ധത്തിലേ വേണ്ടത്. ഇതല്ലേ നമുക്ക് വേണ്ട റേഷ്യോ അല്ലെ, 3:4. അപ്പൊ നിങ്ങൾ ഈ മുകളിലത്തെ ലൈനിൽ എന്ത് ചെയ്യുക? 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. 3 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക? കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക, ഒരു ആർക്ക് ഇവിടെ മാർക്ക് ചെയ്യുക. അടുത്ത് താഴെ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ 3 എടുത്തു, അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? 4 എടുക്കണം. 4 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, 4 സെന്റിമീറ്റർ എടുക്കുക, ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾ ഇത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കണക്ട് ചെയ്ത് കിട്ടും. ഉണ്ടോ? ഈ കണക്ട് ചെയ്ത് ഈ വര ഉണ്ടോ? ഈ വര എന്ത് ചെയ്തു? ഈ വര അതിനെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് എങ്ങനെ? ഈ പച്ച വര എന്ത് ചെയ്തു? ഈ 6 സെന്റിമീറ്റർ ലൈനെ ഡിവൈഡ് ചെയ്തു. ആ റേഷ്യോ എന്തായിരിക്കും? ഇവിടെ 3 ആണെങ്കിൽ ഇത് 3:4 എന്നുള്ള റേഷ്യോയില്, അതായത് ഇപ്പൊ O എന്ന് എടുത്തു കഴിഞ്ഞാൽ AO ബൈ BO എന്ന് പറയുന്നത് 3/4 ഈക്വൽ ആയിരിക്കും. 3:4 എന്നുള്ള അംശബന്ധത്തിലായിരിക്കും മുറിക്കുക കേട്ടോ. ഇതാണ് അതിന്റെ പ്രത്യേകത. AO ബൈ BO എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരുന്നു. AB എന്ന് പറയുന്നത്
അപ്പോൾ AO/BO എന്ന് പറയുന്നത് 3:4 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ 6 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക, രണ്ടറ്റത്തും തുല്യമായിട്ടുള്ള ആംഗിൾസ് എടുക്കുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, അത് യോജിപ്പിച്ചിട്ട് ഈ തന്നിരിക്കുന്ന റേഷ്യോ അടയാളപ്പെടുത്തുക. ഇവിടെ 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. എന്നിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വെച്ച് എന്ത് ചെയ്യും, ഈ 6 സെന്റിമീറ്റർ ഈ റേഷ്യോയിൽ 3:4 എന്നുള്ള അംശത്തിൽ മുറിഞ്ഞോളും കേട്ടോ. നിങ്ങൾ 50 എന്നുള്ള, നിങ്ങൾക്ക് ഇവിടെ ആ കൂടെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, വെറൈറ്റി ആയിട്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ 50 എന്നുള്ള 40 ആക്കാം, വേണമെങ്കിൽ 30 ആക്കാം, വേണമെങ്കിൽ 60 ആക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പക്ഷെ ഈക്വൽ ആംഗിൾ ആയിരിക്കണം എന്നുള്ളൂ, രണ്ടറ്റത്തും ഈക്വൽ ആംഗിൾ ആയിരിക്കണം, മുകളിലും താഴെ ആയിട്ട് എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാല്, the picture below shows a square sharing one corner with a right triangle and the other 3 corners on the sides of this triangle. ചുവടെയുള്ള ചിത്രത്തിൽ മട്ടത്രികോണത്തിലെ മട്ടമൂലയും മൂന്ന് വശങ്ങളിലെയും ഓരോ ബിന്ദുക്കളും മൂലകളായി ഒരു സമചതുരം വരച്ചിരിക്കുന്നു. അതായത് ട്രയാങ്കിൾ, ഈ യെല്ലോ ട്രയാങ്കിൾ ഉണ്ട് ഈ മഞ്ഞ ത്രികോണത്തില്, ഈ ഓരോ പോയിന്റ് എടുത്ത് 3 വശങ്ങളിലെ ഓരോ പോയിന്റ് എടുത്ത് നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഒരു സ്ക്വയറിന്റെ 3 വെർട്ടെക്സുകളും 3 പോയിന്റിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി സ്ക്വയർ. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ത് ചെയ്യുക, കണക്കാക്കുക എന്നാണ് പറയുന്നത്. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കണക്കാക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പേര് കൊടുക്കാം. ABCD. ഓക്കെ, ABCD ഞാൻ എന്ത് ചെയ്തു, ഇതിന് പേര് കൊടുത്തു. ABCD നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വീണ്ടും ഇവിടെയും പേര് കൊടുക്കണം അല്ലെ. അപ്പൊ നമുക്കിതിന് PQR എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്നതിന് കുറച്ചുകൂടെ ഒരു ഐഡന്റിഫയർ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ട്രയാങ്കിൾ PCR ഉം ട്രയാങ്കിൾ BQR എടുക്കാം. ട്രയാങ്കിൾ PCR അല്ലെങ്കിൽ CPR എന്ന് എടുക്കാം. ട്രയാങ്കിൾ CPR ഉം ട്രയാങ്കിൾ RQB എടുക്കുവാണെങ്കിൽ കൺസിഡർ ട്രയാങ്കിൾ CPR ആൻഡ് ട്രയാങ്കിൾ RQB. ത്രികോണം CPR ഉം ത്രികോണം RQBയും കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എന്താണ്, ഇതൊരു സ്ക്വയർ ആണല്ലേ. ഈ PRQA എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം ആംഗിൾ CPR ഈക്വൽ ടു ആംഗിൾ RQB ഈക്വൽ ടു എന്താണ്, 90 ഡിഗ്രി. 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒരു സെറ്റ് കോണുകൾ എന്തായി, ഈക്വൽ ആയി. അടുത്ത് നോക്കൂ, ഈ ആംഗിൾ ഉണ്ടോ, ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഈ PR എന്ന് പറയുന്നത് പാരലൽ ടു AB. അതായത് ഇങ്ങനെ രണ്ട് സൈഡ്സ് വെച്ചിട്ട് രണ്ട് പാരലൽ ലൈൻസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഈ രണ്ട് ആംഗിൾസ്, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും, ഇതിനെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് നമ്മൾ പറയും. കറസ്പോണ്ടിങ് ആംഗിൾ, സമസ്ഥാനീയ കോണുകൾ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഇങ്ങനെ കട്ട് ചെയ്യുന്ന രണ്ട് സമാന്തര വരകളെ ഒരു നേർരേഖ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ആംഗിൾസ് PRC, ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം കേട്ടോ. ആംഗിൾ PRC ഈക്വൽ ടു ആംഗിൾ QBR. ഓക്കെ, QBR എന്താണ്, കാരണം എന്താ, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, രണ്ട് ആംഗിൾസ് ഈക്വൽ ആയി. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, therefore ആംഗിൾ C എന്തിന് ഈക്വൽ ആയിരിക്കും, ആംഗിൾ C. മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, രണ്ട് ത്രികോണങ്ങൾ നോക്കിയാൽ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. ആംഗിൾ C എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ QRB. സോ അപ്പൊ നമുക്ക് എന്ത് പറയാം, ട്രയാംഗിൾ CPR ഈസ് സിമിലർ ടു ട്രയാംഗിൾ RQB ആയില്ലേ, RQB ആയി. ഓക്കെ, ട്രയാംഗിൾ CPR ഈസ് സിമിലർ ടു ട്രയാംഗിൾ RQB. അപ്പൊ എന്തായിരിക്കും, സൈഡ്സ് എന്തായിരിക്കും, സൈഡ്സ്
പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ, ഈസിയാണ്. ട്രയാങ്കിൾസ് സിമിലർ ആയില്ലേ? ഇത് നമുക്ക് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സൈഡ്സിന്റെ റേഷ്യോ എടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? ഈ 2 സെന്റിമീറ്റർ വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ 2 സെന്റിമീറ്റർ വരുന്ന സൈഡ്സ് എടുക്കാം നമുക്ക് ആദ്യം. ഈ 2 സെന്റിമീറ്റർ എടുത്താല് പി സി, ഓക്കെ, പി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാ? ആംഗിൾ ഏതാ? പി സിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ പി ആർ സി ആണ്. ആംഗിൾ പി ആർ സിക്ക് ഈക്വൽ ഏതാ? ആംഗിൾ ബി. അപ്പൊ ആംഗിൾ ബി എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് സൈഡിന് ഈക്വൽ ആയിരിക്കുന്നത് സി പി അല്ലെ പി സി. എന്തായിരിക്കും? ക്യു ആർ ഈക്വൽ ടു, ഓക്കെ, ഈ പി സി എന്ന് പറയുന്നത് ആംഗിൾ ആറിന് ഓപ്പോസിറ്റുള്ള സൈഡാണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ആറിന് ഓപ്പോസിറ്റുള്ള, സോറി ആർ അല്ല, പി ആർ സി, ആംഗിൾ പി ആർ സിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ക്യു ബി ആർ. ഈ ക്യു ബി ആറിന് ഓപ്പോസിറ്റുള്ള ആർ ക്യു എന്തായിരിക്കും? അല്ലെങ്കിൽ ക്യു ആർ എന്തായിരിക്കും? ഇത് ഈക്വൽ ആയിരിക്കും അല്ലെ? അടുത്ത് നമുക്ക് എടുക്കാം പി ആർ. മുകളിലത്തില് പി ആർ എടുക്കുന്നു. പി ആർ ഡിവൈഡഡ് ബൈ പി ആറിന്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? ആംഗിൾ സി. ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ക്യു ആർ ബി. ക്യു ആർ ബി. അപ്പൊ ക്യു ആർ ബിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ വരുന്ന ഏതാ? ബി ക്യു അല്ലെ? ബി ക്യു. ഇനി ഇതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? വാല്യൂസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എ എന്ന് എടുക്കാം. നമ്മൾ ഇത് എടുക്കാൻ വിട്ടുപോയി. ഈ സ്ക്വയറിന്റെ സൈഡ്സ് നമ്മൾ എ എന്ന് എടുത്തോളൂ. ഇത് എ ആണെങ്കിൽ ഇത് എ ആയിരിക്കും, ഇത് എ ആയിരിക്കും, ഇത് എ, സ്മോൾ എ ആണേ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് വാല്യൂസ് കൊടുത്താലോ? പി സി എന്തായിരിക്കും? പി സിയുടെ വാല്യൂ 2 സെന്റിമീറ്റർ. അതായത് ഇവിടെ തന്നിട്ടുണ്ട് പി സി ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അപ്പോ 2 ബൈ ക്യു ആറിന്റെ വാല്യൂ എന്താ? ക്യു ആർ ഈക്വൽ ടു ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ്, അതാണ് എ. ക്യു ആർ എന്ന് പറയുന്നത് എ ആണ്. ഈക്വൽ ടു പി ആർ എന്താ? പി ആർ എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ സൈഡ് എ ആണ് കേട്ടോ. എ ഡിവൈഡഡ് ബൈ അടുത്തെന്താ? ബി ക്യു എന്ന് പറയുന്നത് എന്താ? ഈ 1 സെന്റിമീറ്റർ അല്ലേ? 1 സെന്റിമീറ്റർ. അപ്പൊ എന്ത് കിട്ടും? 2 ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ നൗ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? എ ഈക്വൽ ടു √2 സെന്റിമീറ്റർ. അപ്പോ ഈ സമചതുരത്തിന്റെ വശത്ത് നീളം കിട്ടി? √2 സെന്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ? ഈ സമചതുരത്തിന്റെ വശത്ത് നീളം √2 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതിൽ വളരെ സിമ്പിൾ ആണ്. റേഷ്യോ എടുക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ സബ് ക്വസ്റ്റിന്റെ ആൻസർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വശങ്ങളുടെ നീളം 3, 4, 5 സെന്റിമീറ്റർ ആയ മട്ടത്രികോണത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3, 4, 5 സെന്റിമീറ്റർ ആയ മട്ടത്രികോണം നമുക്ക് ആദ്യം വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ വശങ്ങൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, മൊത്തം 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, പിന്നെ വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ, എത്ര? 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. അത് ഞാനിവിടെ പഴയതുപോലെ ABC എന്ന് പേര് കൊടുത്തു. ഇനി എന്താണ്? അകത്തൊരു സ്ക്വയർ വരച്ചു. പച്ച കളറിൽ ഒരു സമചതുരം വരച്ചു. ഓക്കെ, ഈ സമചതുരത്തിന്റെ വശത്ത് നീളം ഞാൻ നേരത്തെ പോലെ എന്തെടുക്കുന്നു? എ എടുക്കുന്നു. എ. ഓക്കെ, അപ്പൊ അതേ കണക്ക്, അതേപോലെ തന്നെയാണ് കണക്ക് വരിക. അപ്പോൾ ഈ ആംഗിൾസ് ഇതെന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കില്ലേ? ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. അതായത് ഈ ആംഗിൾ നമുക്കിവിടെ ഇതിന് പേര് കൊടുത്താൽ ദിസ് പി ക്യു ആർ. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കില്ലേ? ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കില്ലേ? ഈക്വൽ ആയിരിക്കും. ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ മുമ്പ് തെളിയിച്ചുകൊണ്ടാണ് വീണ്ടും തെളിയിക്കാൻ നിൽക്കാത്തത് കേട്ടോ. മുമ്പ് തെളിയിച്ചുകൊണ്ടാണ് ഇത് വീണ്ടും തെളിയിക്കാൻ നിൽക്കാത്തത്. അപ്പൊ നമുക്ക് ക്യു ബി, പി സി ഇതൊക്കെയാണ് എത്രയെന്ന് വേണ്ടത്. അപ്പൊ പി സിയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ പി സിയുടെ വാല്യൂ, പി സി എന്ന് പറയുന്നത് മൊത്തം 4 എ പോയി, അപ്പൊ 4 - a ആയിരിക്കും. ക്യൂ ബി എന്ന് പറയുന്നത് എന്താണ്? മൊത്തം 3, അതിൽ നിന്ന് എ പോയി, 3 - a ആയിരിക്കും. നമുക്ക് ആ നേരത്തെ റേഷ്യോ അതുപോലെ എഴുതാം. അതായത് ആദ്യം നമുക്ക് പി സി എടുക്കാം. പി സി ബൈ സിമിലർ ട്രയാങ്കിളിന്റെ കേസ് ഒക്കെ പഴയത് തന്നെ കേട്ടോ, തൊട്ട് മുമ്പ് ചെയ്ത കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. പി സി ബൈ
QB ഈക്വൽ ടു എന്തായിരിക്കും? ദിസ് PR by PC by QR അല്ലെ? PC by QR. നേരത്തെ റേഷ്യോ അങ്ങനെയല്ലേ എടുത്തത്? പ്രീവിയസ് റേഷ്യോ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? PC by QR ഈക്വൽ ടു PR by BQ. അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ എടുത്തത്. അതേ ഇതൊന്നും മാറ്റമൊന്നുമില്ല. PC by QR ഈക്വൽ ടു PR by BQ. അപ്പൊ പി സിയുടെ വാല്യൂ എന്താ? പി സി എന്ന് പറയുന്നത് 4 മൈനസ് എ. QR എന്ന് പറയുന്നത് എന്താ? QR ഈസ് എ അല്ലെ? ഇതിന്റെ സ്ക്വയറിന്റെ സൈഡ് എ ഈക്വൽ ടു PR എന്താ? PR എന്ന് പറയുന്നത് എ ആണ്. BQ എന്ന് പറയുന്നത് എന്താ? 3 മൈനസ് എ. അപ്പോ നമ്മൾ ഇതിനെ ഗുണിച്ചാൽ പോരെ? 4 മൈനസ് എ ഇൻറ്റു 3 മൈനസ് എ ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ. അതായത് നമ്മളിത് പഠിച്ചതാണ്, ഇത് ഐഡന്റിറ്റീസിന്റെ ഇതിൽ പഠിച്ചതാണ്. എന്ത്? 12 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു മൈനസ് എ മൈനസ് 4a, 4a മൈനസ് എ ഇൻറ്റു 3 മൈനസ് 3a, അടുത്ത് മൈനസ് എ ഇൻറ്റു എ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സോ ഈ എ സ്ക്വയർ നമുക്ക് ഇങ്ങോട്ടൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ അവിടെ പോയി സബ്ട്രാക്ട് ചെയ്യാൻ വരും നമുക്ക്? 12 മൈനസ് 4a മൈനസ് 3a മൈനസ് 7a ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി എ ഇവിടെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം? 12 അങ്ങോട്ടുണ്ട്, മൈനസ് 7a ഈക്വൽ ടു മൈനസ് 12. അതായത് 7a ഈക്വൽ ടു 12 എന്ന് കിട്ടും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? എ ഈക്വൽ ടു 12 by 7. എയുടെ വാല്യൂ എന്താണ്? 12 by 7. അപ്പൊ ഈ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്തായിരിക്കും? വൺ സൈഡ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 by 7 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 12 by 7 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ അറിയാം. നിങ്ങൾ ഡെസിമൽ ഫോം കണ്ടുപിടിച്ചാണ് കേട്ടോ. ഡിവൈഡ് ചെയ്ത് ഡെസിമൽ ഫോം കണ്ടുപിടിച്ചേക്കാം. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനെയാണ് വശത്തിന്റെ നീളം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡെസിമൽ ഫോം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1 പോയിന്റ് സംതിങ് വരും കേട്ടോ. ഓക്കെ, 1.71 അങ്ങനെ എന്തോ ഒരു വാല്യൂ ആണ് വരിക. അപ്പൊ നിങ്ങളത് കണ്ടുപിടിച്ചേക്കുക കേട്ടോ, സെന്റിമീറ്റർ. സോ ഇതാണ് 2 ക്വസ്റ്റിന്റെയും ആൻസേഴ്സ്. 3, 4 ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.